ഹലോ എവരി വൺ. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് പെട്ടെന്ന് സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു കോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. നമുക്കറിയാം മറ്റ് പല കോഴ്സുകളും ഉണ്ടെങ്കിലും ആ കോഴ്സുകൾക്ക് ഒന്നെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, പഠിക്കാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ല എങ്കിൽ അതിൻ്റെ ഒരു ജോബിലേക്ക് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. പക്ഷെ ഇത് രണ്ടും ഇല്ലാത്ത ഒരു കോഴ്സാണ് നമ്മൾ BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. കാരണം നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഡിഗ്രി PG PhD എന്നൊക്കെ പറഞ്ഞ് പോകാനൊന്നും താല്പര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ലൈഫ് സെറ്റിൽ ആവണം. ഓക്കെ, ഏതെങ്കിലും നല്ല ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രിയിൽ സെറ്റിൽ ആവുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് പറ്റുമോ? നമുക്കറിയാം കേരളത്തിൽ പറ്റില്ല, ഇന്ത്യയിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാനുള്ള പാത്വേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാത്വേയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതായത് GNM പ്ലസ് പോസ്റ്റ് BSc നഴ്സിംഗ് ആണ്. നമുക്കറിയാം +2 കഴിഞ്ഞിട്ട് ഇത് സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇത് മറ്റ് പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ BSc നഴ്സിങ്ങിനേക്കാളും ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൊരു ഓപ്ഷനും കൂടിയാണ്. അതായത് +2 കഴിഞ്ഞിട്ട് ജനറൽ നഴ്സിംഗ് പഠിക്കുക. ജനറൽ നഴ്സിംഗ് 3.5 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയിൽ കയറാൻ വേണ്ടി പറ്റും. ഇപ്പം ജനറൽ നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഒരു 3.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആയിരിക്കും ടോട്ടൽ പാക്കേജ്, ടോട്ടൽ എക്സ്പെൻസ് വരിക. അപ്പോൾ നമുക്ക് BSc നഴ്സിംഗിന് 10 ലക്ഷത്തിന് മേലെയൊക്കെ എക്സ്പെൻസ് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു 3.5 to 5 ലക്ഷം ആ ഒരു റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ജനറൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എക്സ്പീരിയൻസുമായി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2 വർഷം കൊണ്ട് പോസ്റ്റ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആവാം. അങ്ങനെ പോസ്റ്റ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഇക്വലൻസി കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ BSc നഴ്സിംഗുകാർ എന്തെല്ലാം ഹയർ സ്റ്റഡീസ് നടത്താൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അവരെന്തെല്ലാം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതെല്ലാം പോസ്റ്റ് BSc നഴ്സിംഗുകാർക്കും അവിടെ ആപ്ലിക്കബിൾ ആണ്. 2 കാര്യം അവിടെ ഉപകാരമുണ്ട്. ഒന്ന്, എക്സ്പീരിയൻസ് കിട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ലോ പാക്കേജിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകുക എന്നുള്ളതാണ്. കാരണം എന്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം കുട്ടികൾ അതിനുശേഷം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിലേക്ക് തന്നെ പോവുക. എസ്പെഷ്യലി ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ US, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലേക്കാണ് പോവുക. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള കൺട്രീസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ അതിലെ കുറച്ചുകൂടെ കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് അങ്ങോട്ടേക്ക് ജോലി കിട്ടാൻ എളുപ്പമാകും. കാരണം അവിടുത്തെ ഒരു എക്സ്പീരിയൻസും അവിടുത്തെ ഒരു കൾച്ചറും ലാംഗ്വേജും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന കൺട്രീസിലൊക്കെ BSc നഴ്സിംഗ് പഠിക്കാൻ +2 സയൻസ് ആവശ്യമില്ല. +2 ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ 2 GNMൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ അബ്രോഡ് പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും അറിയണമെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സയൻസുകാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. സയൻസുകാരും പഠിക്കുന്ന അതേ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് നിങ്ങളും പഠിക്കാൻ വേണ്ടി പോകുന്നത്. യാതൊരു ഡിഫറൻസും അവിടെ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ UK, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും. പകരം അതിൻ്റെ പാത്വേ, അതായത് അതിന് പകരം ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ മറ്റ് ഷെങ്കൻ കൺട്രീസോ, ഈസ്റ്റ് സൈഡിലുള്ള യൂറോപ്പിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള ഷെങ്കൻ കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൾഗേറിയ, അൽബേനിയ, ജോർജിയ പോലുള്ള കൺട്രീസൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണേ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ.